മക്കളെ ഒരുക്കി വാർത്തെടുത്താട്ടെ. അവരുടെ ഹൃദയത്തിലെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങളൊക്കെ അങ്ങ് അറിയുന്നു. പക്ഷെ അങ്ങയുടെ ഹൃദയത്തിൽ അവരെക്കുറിച്ചുള്ളത് അവരറിയുന്നില്ല. അത് അവരെ പൂർണ്ണമായി അറിയിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തിപ്പാൻ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ സകല ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെയെല്ലാം അങ്ങയുടെ മഞ്ഞും മഴയും അങ്ങ് അയച്ചാട്ടെ. ശുശ്രൂഷിക്കുന്ന, ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വലിയ കരം അവരോടും അവരുടെ കുടുംബാംഗങ്ങളോടും എല്ലാം കൂടി ഇരിപ്പാൻ അങ്ങയുടെ ആക്കണമേ. സർവ്വമഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവം സഹായിക്കട്ടെ, ദൈവം തുണയ്ക്കട്ടെ. ലോർഡ് ഐ ലവ് യു. അധികം കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളോട് പറയാനുണ്ട്. അത് കൊച്ചു കൊച്ചു ക്യാപ്സ്യൂളായിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ലൈവ് ചെയ്യുന്ന വ്യക്തി അത് ഓരോ ക്യാപ്സ്യൂളും സെപ്പറേറ്റ് മുറിച്ച് ഇട്ട് കൊടുത്തേക്കണം. ഓരോ ക്യാപ്സ്യൂളും ഓരോ ടൈറ്റിലായിരിക്കും. നിങ്ങളെ ദൈവം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ ലോർഡ് ഐ ലവ് യു. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത്, നാം ദൈവരാജ്യം അവകാശമാക്കണം. എൻ്റെ ടൈറ്റിൽ ഇതാണ്: രക്ഷിക്കപ്പെട്ടവർ ദൈവരാജ്യം അവകാശമാക്കണം. എന്താ പറഞ്ഞേ? ദൈവരാജ്യം അവകാശമാക്കുന്നില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇതാണ് ആദ്യത്തെ ക്യാപ്സ്യൂൾ. കാരണം നമ്മൾ ഈ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഓരോരോ കാര്യം ചെക്ക് ചെയ്യും. ഷുഗറുണ്ടോ, പ്രഷറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ. ഇപ്പോൾ ഷുഗറിന് ഒരു മരുന്ന്, കൊളസ്ട്രോളിന് വേറൊരു മരുന്ന്, ഇല്ലേ? ഓരോരോ ക്യാപ്സ്യൂളായിട്ടായിരിക്കും തരുന്നത്. ഇതേപോലെ നിങ്ങൾ ഇനി 2 ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ കടിച്ചു കീറാൻ നിൽക്കുന്ന ചെന്നായി ഉണ്ട്. എവിടെയാണെന്നറിയാമോ? മറ്റു മതങ്ങളിലാണ് നിങ്ങൾ ചിന്തിക്കും. മറ്റു മതത്തിലല്ല, ക്രിസ്തീയ സഭയ്ക്കുള്ളിൽ തന്നെ. അപ്പോൾ അവര് നിങ്ങളോട് ദൈവവചനത്തിന് വിരുദ്ധമായ ഉപദേശങ്ങൾ പറയും. അത് നിങ്ങൾക്ക് കുറേ എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ നമ്മളെപ്പോഴും എളുപ്പവഴിയല്ലേ നോക്കുകയുള്ളൂ, അല്ലേ? അരകല്ലും മിക്സിയും കൂടി വന്നാൽ നമ്മൾ ഏതാ എടുക്കുകയുള്ളൂ? മിക്സി. അപ്പം നമ്മളുടെ ബലഹീനത പിശാചിനറിയാം. അതുകൊണ്ട് അവൻ്റെ ആളുകളെ ഇതിനു വേണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും എളുപ്പമുള്ള തിരഞ്ഞെടുക്കുന്നതിന് അറിയാം. കാരണം അതുകൊണ്ടാണ് ബൈബിൾ കർത്താവ് യേശു പറഞ്ഞൊരു കാര്യം, 2 വഴികളുണ്ടാവും. ഒന്ന് ഇടുക്ക് വഴിയും ഒന്ന് വിശാലമായ വഴിയും. നമ്മൾ വിശാലമായ വഴിയെ തിരഞ്ഞെടുക്കുള്ളെന്ന് പിശാചിന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ പറഞ്ഞു തന്നെ വിശാലമായ വഴി പോകരുത്, അത് നാശത്തിലേക്കാണ്. നിങ്ങൾ ഇടുക്ക് വഴിയിലൂടെ പോയിക്കൊള്ളണം. അത് പ്രയാസകരമായ യാത്രയാണ്, പക്ഷെ അതിൻ്റെ അവസാനം ജീവനായിരിക്കും. മറ്റതങ്ങനെയല്ല, വിശാലമായ വഴിയാണ്. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. മനസ്സിലായോ? നമ്മളിനി ഇങ്ങനെ നടന്നാൽ മാത്രം മതി. എല്ലാം യേശു ചെയ്തു. ഇത്ര നല്ല ദൈവം, അല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് വലിയവൻ, നല്ലവൻ ഇങ്ങനെ പറഞ്ഞങ്ങ് പോയാൽ മതി. അപ്പോൾ യേശുവിനെ ഇങ്ങനെ ഉയർത്തി പോകണം. അപ്പോൾ അവസാനം അവിടെ നമ്മൾ കർത്താവ് പറയുന്നു നാശത്തിലേക്കുള്ള വഴിയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരൊരു കൂട്ടമാണ് ന്യായവിധിയിൽ നിൽക്കുന്നത്. മത്തായി 7:21, 22, 23. അവർ രക്ഷിക്കപ്പെട്ടു, പക്ഷേ അവർക്ക് ദൈവരാജ്യം അവകാശമാക്കിയില്ല. ദൈവരാജ്യം കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളത് വായിക്കാൻ പോകും ആ ഭാഗം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മളിനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വലിയൊരു സമൂഹം പറയും നമുക്ക് രക്ഷയുടെ സുവിശേഷമേ ഉള്ളൂ.
മനസ്സിലായോ? ദൈവരാജ്യ സുവിശേഷം നമുക്കുള്ളത് അല്ല. ശരിക്കും പറഞ്ഞാൽ കുരുടനെ വഴി നടത്തുകയാണ്. കുരുടനെ വഴി നടത്തുന്ന സംവിധാനം. നമുക്ക് രക്ഷയുടെ സുവിശേഷമേ ഉള്ളൂ, ദൈവരാജ്യ സുവിശേഷം നമുക്കുള്ളത് അല്ല. അത് യഹൂദന്മാർക്കുള്ളതാണ്. യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പാണ് അത് പ്രസംഗിച്ചത്. ക്രൂശിക്കപ്പെട്ടതിന് ശേഷം സുവിശേഷം മാറിപ്പോയി, സുവിശേഷം വേറെയായി. എൻ്റെ മക്കളെ, സുവിശേഷം ഒന്നേ ഉള്ളൂ. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയാണ് സുവിശേഷം. അതാണ് യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം. അതിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട്, പാപനിമിത്തം എത്താൻ പറ്റാത്തത് കൊണ്ട്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തൻ്റെ വചന ശുശ്രൂഷയുടെ 3.5 വർഷ ശുശ്രൂഷയുടെ അവസാനം യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമുക്ക് ജീവനുള്ള പുതിയ വഴിയെ തുറന്നു. നമ്മുടെ പാപത്തിന് യേശു ക്രിസ്തു പരിഹാരമായി മാറി. എന്നിട്ട് ആ വഴിയിലൂടെ നമ്മൾ സ്വർഗസ്ഥ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരണം. യേശുവിനെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് പുതിയ സൃഷ്ടി എന്ന വഴി, ആ വഴിയുടെ പേരാണ് പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടി എന്ന വഴിയിലൂടെ നമ്മൾ ദൈവരാജ്യം, നമ്മുടെ ലക്ഷ്യം അവകാശമാക്കണം. അപ്പോൾ അങ്ങനെ അവകാശമാക്കാൻ പറ്റാതെ കബളിപ്പിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ന്യായവിധിയിൽ നിൽക്കണേ. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടതാണ്, പക്ഷേ ആ ഓരോരാളും ദൈവരാജ്യം അവകാശമാക്കിയില്ല. അപ്പോൾ മനസ്സിലാക്കണം, ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടിയാണ് നാം രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടിയാണ് നാം രക്ഷിക്കപ്പെട്ടത്. അപ്പം രണ്ട് സ്ഥലം, അത് ചിത്രത്തിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താണെന്ന്. അപ്പോൾ ആ വാക്യം മത്തായി 21, 22, 21 ന്യായവിധിയാണ്. ന്യായവിധിയിൽ ന്യായം, സ്വർഗസ്ഥ പിതാവ് ആണ് ന്യായകർത്താവ്. എന്നാൽ സ്വർഗസ്ഥ പിതാവ് ന്യായം വിധിക്കുന്നത് മുഖാന്തര ശുശ്രൂഷയിലൂടെയാണ്. മനസ്സിലായി? നമ്മളെ ന്യായം വിധിക്കുന്നത് മുഖാന്തര ശുശ്രൂഷയിലൂടെയാണ്. മുഖാന്തര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ താൻ നേരിട്ട് ചെയ്യാതെ തൻ്റെ ചിന്തകൾ തൻ്റെ പുത്രന് കൊടുക്കുന്നു, പുത്രൻ മുഖാന്തരം ന്യായം വിധിക്കുന്നു. മനസ്സിലായി? രക്ഷിച്ചതും അങ്ങനെ തന്നെയാണ്. സ്വർഗസ്ഥ പിതാവാണ് രക്ഷകൻ, രക്ഷാകർത്താവ്. ഞാനല്ലാതെ വേറൊരു രക്ഷകനും ഇല്ല. തൻ്റെ ആ പിതാവ് തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മളെ രക്ഷിക്കുന്നു. ഇതൊക്കെ ഈ സഭാമണ്ഡലത്തിന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പിശാച് അവിടെയൊക്കെ മുതലെടുക്കുക. ഭർത്താവ് ഭാര്യ മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നു. അതുകൊണ്ട് ഭാര്യയെ കൊണ്ട് ഭർത്താവിനെ ഒഴിവാക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനമുണ്ട്, ഭർത്താവിന് ഭർത്താവിൻ്റെ സ്ഥാനമുണ്ട്. എന്നാൽ ഇന്നത്തെ സഭാ സമൂഹം അങ്ങനെയല്ല. ക്രിസ്തുവെ കൊണ്ട് പിതാവിനെ ഒഴിവാക്കുന്ന വമ്പൻ ഒരു ഗ്രൂപ്പിനെ കാണാം. അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാവർക്കും അതിൻ്റെതായ സ്ഥാനങ്ങൾ ഉണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് വായിച്ചാൽ, ജഡ്ജ്മെന്റിൽ ഇവരൊക്കെ രക്ഷിക്കപ്പെട്ടതാ, പക്ഷെ ഒരാളും ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. മത്തായി 7:21, 22, 23. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ രക്ഷിക്കപ്പെട്ടത് യേശുവിനെ ആരെന്ന് പറഞ്ഞുകൊണ്ടാ? കർത്താവ് അല്ലേ? റോമലേഖനം 10:9-10 രക്ഷിക്കപ്പെടാൻ നേരത്ത് നിങ്ങളോട് പറഞ്ഞു തന്ന കാര്യമാണ് യേശുവിനെ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കാൻ, അല്ലേ? ഇവിടെ യേശു പറയുന്നു, എന്നെ കർത്താവ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പം നമ്മൾ ചിന്തിക്കരുത്, കർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവരാജ്യം അവകാശമാക്കുകയല്ല, രക്ഷിക്കപ്പെടുകയാണ്. എവിടെ നിന്ന്? ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയാണ്. ദൈവരാജ്യം അവകാശമാക്കിയിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പോൾ അറിവില്ലാത്ത കുരുടന്മാരായ വ്യക്തികൾ പലരും അറിവില്ലാത്തതുകൊണ്ട് പറയുന്ന, ചിലരത് പറയുന്നത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അവർ പിശാചിൻ്റെ മക്കളായതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? കള എന്നാണ് ബൈബിൾ അവരുടെ പേര്. യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവരെ പറിച്ച് കളയണ്ട, അങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ. അവരെ പറിച്ച് കളഞ്ഞാൽ ആ സമൂഹത്തിൽ നല്ല ദൈവമക്കളും ഉണ്ട്, അതും കൂടി പറഞ്ഞ് പോകും. കാരണം അവരുടെ ആളുകളാണ്. ജഡികമായി അവരുടെ ആളുകൾ. ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾ, കോൺഗ്രസിൻ്റെ ആളെന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ആളുകളാണ്. അതുകൊണ്ട് ഒരാളെ വെട്ടിക്കളഞ്ഞാൽ ഒരു കൊമ്പിൽ അനേകം ഉള്ളതുപോലെ അനേകർ പോകും അതിൻ്റെ കൂടെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത് കളയുടെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്. നമ്മുടെ നെല്ല് വളരുമ്പോൾ നെല്ലിൻ്റെ വേരുകൾ നേരെ താഴേക്ക് പോകും, ഇങ്ങനെ താഴേക്ക് പോകും. എന്നാൽ കളയുടെ വേര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കള അങ്ങനെയല്ല പോകണം. കള ഇങ്ങനെ പരന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എല്ലായിടത്തേക്കും പോരും. അപ്പോൾ ഈ പല നെല്ലുകളും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കള പറിക്കുമ്പോൾ ആ വേര് പോകുമ്പോൾ നെല്ലുകളും കൂടെ അങ്ങ് പറഞ്ഞു പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ് കർത്താവിൻ്റെ
അഭിപ്രായം. താഴേക്ക് ഇതിപ്പോൾ കർത്താവെ എന്ന് വിളിച്ചതാണ്. റോമാലേഖനം 10:9, 10 അതൊന്ന് വായിക്കാൻ പറ്റുമെന്ന് നോക്കിയേ. അപ്പോൾ അവിടെ ഇതിരിക്കുകയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടത് യേശുവിനെ നമ്മളുടെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴേ രക്ഷിക്കപ്പെട്ടത്. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് നീ വാഗൊണ്ട് ഏറ്റുപറയണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇത് നീ വിശ്വസിക്കുമ്പോഴാണ് നീ എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ദൈവരാജ്യം കിട്ടണമെന്നില്ല, രക്ഷിക്കപ്പെട്ടത് ദൈവരാജ്യം കിട്ടാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എൻഗേജ്മെന്റ് കഴിഞ്ഞതുകൊണ്ട് വിവാഹം നടക്കണമെന്നില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞത് വിവാഹം നടക്കാൻ വേണ്ടിയാണ്. പിടുത്തം കിട്ടിയോ? ഈ രക്ഷ എന്ന് പറയുന്ന ഒരു എൻഗേജ്മെന്റുമായിട്ട് ബൈബിൾ കൺസിഡർ ചെയ്യണേ. അല്ലാണ്ട് എൻഗേജ്മെന്റ് മാത്രം കഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന ആളുകളോട് എന്നാ പറയാനാ വിവരമില്ലാത്തതുകൊണ്ട്. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഒരുമിച്ച് താമസിക്കാനൊന്നും പറ്റത്തില്ല. വിവാഹം കഴിഞ്ഞാലാണ് ഒരു കുടുംബമായി താമസിക്കുന്നത്. അപ്പോൾ കർത്താവെ എന്ന് വിളിക്കുന്നവരല്ല എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇനി സ്വർഗരാജ്യം അവകാശമാക്കണം. അതിന് എന്താ പറയുക, ഉഴപ്പ് ജീവിതം നയിച്ചാലൊന്നും അവിടെ എത്തൂല. ജയം പ്രാപിക്കണം. ഈ കൂട്ടരാരും അവരുടെ പള്ളികളിൽ അല്ലെങ്കിൽ അവരുടെ സഭകളിൽ അവരുടെ പ്രസംഗങ്ങളിൽ ജയം പ്രാപിക്കണമെന്ന് പറയത്തില്ല. ജയം പ്രാപിച്ചാലേ അവിടെ എത്തുള്ളൂ. ക്വാളിഫൈ ചെയ്യണം. മനസ്സിലായോ? എങ്കിലേ അവിടെ എത്തത്തുള്ളൂ. ശരിക്കും ഈ ജനങ്ങളിൽ കുരുടന്മാരായ വഴികാട്ടികളാ ചതിക്കപ്പെടുകയാണ്. വ്യക്തതയോടെ മനസ്സിലാക്കുക, അവകാശം പ്രാപിക്കാൻ വേണ്ടിയാണ് നാം വീണ്ടും ജനിച്ചത്. 1 പത്രോസ് 1-ാം അധ്യായം 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതാ അവിടെ പറയുന്നുണ്ട്, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത ഒരവകാശമുണ്ട്. അതാണ് ദൈവരാജ്യ ജീവിതം. ആ അവകാശത്തിനായിട്ടാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. മനസ്സിലായോ? വീണ്ടും ജനിച്ചോ, രക്ഷിക്കപ്പെട്ടോ. അപ്പോൾ ആ രക്ഷിക്കപ്പെടാനാണ് നമ്മളെ വിളിച്ചത്. ദൈവരാജ്യം എന്നുള്ളത് യഹൂദന്മാർക്കാണെന്നൊക്കെ പറഞ്ഞ പൊട്ടത്തരം വിളിച്ച് പറയുകയാണ് നമ്മൾ. സുവിശേഷം ഒന്നേ ഉള്ളൂ, അതാണ് ദൈവരാജ്യ സുവിശേഷം. ദൈവരാജ്യ സുവിശേഷം നമ്മൾ അവകാശമാക്കാൻ വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ദൈവരാജ്യ സുവിശേഷത്തിൻ്റെ ഉള്ളിലാണ് രക്ഷയുടെ സുവിശേഷം. മനസ്സിലായോ? ഒരു കുടുംബജീവിതത്തിലേക്ക് കയറാൻ വേണ്ടിയാണ് എൻഗേജ്മെന്റ് നടത്തിയത്, അല്ലേ? അതിൻ്റെ അവസാനമാണ് വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് കയറുന്നത്. അപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഉടനെ പറയാ ഞങ്ങൾക്ക് എൻഗേജ്മെന്റേ ഉള്ളൂ, കല്യാണം വേറെ ആളുകൾക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊട്ടത്തരമായിട്ട് കാണുള്ളൂ. പക്ഷേ നിങ്ങൾ ഇതൊന്നും അറിയാതെ പോയി അത് കേട്ടാൽ അതൊക്കെ ഭയങ്കര അമൃതമായിട്ട് തോന്നും, എളുപ്പ വഴിയായിട്ട് തോന്നും. അപ്പോൾ അതിലൊന്നും പോയി വീഴരുത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, കൊറിന്ത്യരുള്ള രക്ഷിക്കപ്പെട്ട സമൂഹത്തോട് കർത്താവ് പറയുന്നൊരു രംഗം, കർത്താവിൻ്റെ ആത്മാവ് പറയുന്നൊരു രംഗം, രക്ഷിക്കപ്പെട്ട നിങ്ങൾ അന്യായം ചെയ്താൽ ദൈവരാജ്യം അവകാശമാക്കുക. അപ്പൊ രക്ഷിക്കപ്പെട്ടവർക്ക് എന്നാ വേണം? ഇനി ദൈവരാജ്യം അവകാശമാക്കണം. ഹല്ലേലൂയ. വിശുദ്ധന്മാരായവർ യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴുകി വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിത്വങ്ങൾ ദൈവരാജ്യം അവകാശമാക്കണം. 1 കൊരിന്ത്യർ 6:9 ഒന്ന് വായിച്ച്. 6-ാം അധ്യായം 9-ാം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? കണ്ടോ? അപ്പോ നമ്മൾ അവകാശമാക്കേണ്ടത് എന്താ? ദൈവരാജ്യം. നമ്മൾ നേരത്തെ ആ വചനം വായിച്ചോ? പത്രോസിന്റെ ലേഖനം വായിച്ചായിരുന്നോ? ഇല്ല, വായിച്ചില്ല. എന്നാൽ അതുകൂടി ഒന്ന് വായിച്ചു. നമ്മൾ അവകാശത്തിലേക്ക് വരണം, അല്ലാണ്ട് രക്ഷിക്കപ്പെട്ടതിൽ മാത്രം ഒതുങ്ങരുത്, അവകാശത്തിലേക്ക് വരണം. വായിച്ചോ? 1 പത്രോസ് 1:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. ഇത് അന്ത്യകാലത്തെ വെളിപ്പെടുകയുള്ളൂ. കാരണം നമ്മളെവിടെ എത്തിയോ ഇല്ല എന്നുള്ളത് വിവരം മനസ്സിലാവുന്നുണ്ടോ? താഴേക്ക്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോ ആ അവകാശത്തിനായിട്ടാണ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അല്ലാണ്ട് വീണ്ടും ജനിച്ചത് കൊണ്ട് തീർന്നില്ല. വീണ്ടും ജനിപ്പിച്ചങ്ങനെ എന്തിനു വേണ്ടിയാ? അവകാശത്തിന് വേണ്ടിയാ. എൻഗേജ്മെന്റ് തീരുന്നില്ല. എൻഗേജ്മെന്റ് കൊണ്ട് കാര്യം തീരുന്നില്ല. എൻഗേജ്മെന്റ് നടത്തിയത് വിവാഹം നടന്നൊരു കുടുംബജീവിതത്തിലേക്ക് കിടക്കാൻ വേണ്ടിയാ. അപ്പോൾ നമ്മൾ പൊട്ടത്തരം പോലെ കാണിക്കരുത്. അപ്പോൾ അവകാശത്തിലേക്ക് വരണം. അതാണ് 1 കൊരിന്ത്യർ 6:9 പറയുന്നത്.
രക്ഷിക്കപ്പെട്ട നിങ്ങളുണ്ടല്ലോ, സഭയിലായിരിക്കുന്ന നിങ്ങളില്ലേ, എല്ലാവരും രക്ഷിക്കപ്പെട്ടവരോടെ ഈ പറയണേ, അന്യായം ചെയ്താൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്ത അവകാശം ഏതാ? ദൈവരാജ്യമെന്ന ആ ദൈവഭവനമാണ്, ദൈവഭരണമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. അപ്പോൾ കുരുടന്മാരായ വഴികാട്ടികൾ നമ്മളെ തെറ്റിക്കാനായിട്ട് ഇടയാകരുത്. ഒന്നുകൂടി വായിച്ചു, ഫസ്റ്റ് കൊരിന്ത്യർ 6:9. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? അപ്പൊ ഇതെല്ലാം രക്ഷിക്കപ്പെട്ടവരോടാ പറയുന്നത്, സഭയിലുള്ള ആളുകളോടാ പറയുന്നത്. അന്യായം ചെയ്താൽ ദൈവരാജ്യം, നീ രക്ഷിക്കപ്പെട്ടു, സംഭവം ശരിയാണ്, എൻഗേജ്മെന്റ് കഴിഞ്ഞു, പക്ഷെ വിവാഹം നടക്കില്ല, അവകാശത്തിലേക്ക് നീ വരത്തില്ല. അപ്പോ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വളരെ വ്യക്തതയോടെ ഓർത്തിരിക്കുക. പൗലോസ് പറയുന്നത് പോലെ ഇത് കണ്ണുനീരോടെ നാളുകളായി നിങ്ങളോട് പറയുന്നതാ. കാരണം നിങ്ങൾ ഇത് കേട്ടിട്ട് പോകുമ്പോൾ വേറൊന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് സംഭവിക്കണമെങ്കിൽ സംശയം വരും ഉടനെ. അപ്പോൾ ആദ്യം കേട്ടത് അസ്ഥിരമാകും, അപ്പോൾ മറ്റതും ഇതും കൂടി രണ്ടും കൂട്ടിയിടിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വളരാൻ പറ്റൂല. കാരണം ഒരു കല്ല് അവിടെയാണോ വെക്കേണ്ടത് ഇവിടെയാണോ വെക്കേണ്ടത് എന്നൊരു പണിക്കാരനെ അറിയത്തില്ലെങ്കിൽ എവിടെ പണിയാനാ? ഒരാൾ പറഞ്ഞു ഇവിടെ വയ്ക്കാം, വേറെ ആൾ പറഞ്ഞു അതല്ല അവിടെയല്ല വേറെ വയ്ക്കാൻ. ഒരിക്കലും പണി നടക്കില്ല. ഇതുകൊണ്ടാണ് അനേക വിശ്വാസികളിൽ ആത്മീയ വളർച്ചയില്ലാത്തത്. കാരണം അവർക്ക് സ്ഥിരതയില്ല എന്താ സാധനമെന്ന്. അപ്പൊ ദൈവവചനം പറയുന്നു, നിങ്ങൾ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നു. നിശ്ചയം പ്രാപിക്കണം. ഹല്ലേലൂയ. അല്ലാണ്ട് ഇളകിക്കൊണ്ടിരിക്കരുത്. കാറ്റിനാൽ അലയുന്ന ഓട പോലെ അല്ലെങ്കിൽ തിരമാല പോലെ ആയ ഒരു പണി നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന എന്ത് ചെയ്യണം? ഇത് സത്യമാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശുദ്ധ ബൈബിളിലൂടെ ഈ കാര്യങ്ങൾ ഉറപ്പിക്കുക. അധികം കേൾക്കാൻ പോകരുത്, പ്രത്യേകിച്ച് വളരുന്ന മക്കൾ. മനസ്സിലായോ? ബൈബിളിൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുക. ഹല്ലേലൂയ. അത് കേൾക്കാൻ പോയാ അതാണോ ശരിയാ? ഹവ്വാമ്മച്ചിക്ക് വന്ന പ്രശ്നം ഇതാ. ഹവ്വാമ്മച്ചിയോട് ആദം പറഞ്ഞു, ദൈവം ഇതാ പറഞ്ഞേക്കണേ, നന്മ തിന്മകളെക്കുറിച്ച് അതിൻ്റെ വിഷയത്തിൻ്റെ ഫലം നിന്നിട്ട് നമ്മുടെ പണി ഇതാണെന്ന്. പക്ഷെ പുള്ളിക്കാരത്തി വേറെ കേൾക്കാൻ പോയി, അല്ലേ? അപ്പോൾ വേറെ കേൾക്കാൻ പോയപ്പോൾ അതും ഇതും കൂടി കൂട്ടി ഇടിച്ചു. അവസാനം ഇത് വേണ്ട, അത് മതി, കാരണം ഓഫർ അത് വലുതായിരിക്കും, അത് നിങ്ങൾ ദൈവത്തെ പോലെ ആവുന്നായിരുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അല്ല എങ്കിൽ നമ്മൾ പോയി കുഴിയിൽ വീഴാനായിട്ട് ഇടയാ. അപ്പോൾ കഴിയുന്നതും ഇത് സത്യമാണ് നിങ്ങൾ ഉറപ്പിക്കുക, വചനത്തിലൂടെ ഉറപ്പിക്കുക. ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കേൾക്കാൻ പോകരുത്. പോയാൽ നിങ്ങളുടെ മനസ്സ് ഇരുമനസ്സാകും. ഇരുമനസ്സുള്ളവൻ തൻ്റെ സകല വഴികളിലും അസ്ഥിരനാണ്. പിടുത്തം കിട്ടിയോ? അപ്പോൾ പലരെയും കേൾക്കാൻ പോലെ ഇരുമനസ്സല്ല, 3 മനസ്സ്, 4 മനസ്സ്, 5 മനസ്സൊക്കെ ആയി എങ്ങും എത്തത്തില്ല നിങ്ങൾ. ഇന്നും അതേപോലെ പലരും നമ്മളുടെ കൂട്ടത്തിൽ വന്നിട്ട് ചുമ്മാ കിടന്ന് അലയുന്നുണ്ട്. കുറച്ച് ദിവസം ഇവിടുന്ന് കേൾക്കും, പിന്നെ കുറച്ച് ദിവസം വേറൊന്ന് കേൾക്കും, പിന്നെ കുറച്ച് ദിവസം വേറൊന്ന് കേൾക്കും. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് അത് കേട്ടപ്പോൾ അത് അവിടെ സ്നാനപ്പെട്ടു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ തിരിച്ചു ഇവിടെ വന്ന് തിരിച്ചു വന്നപ്പോൾ ഇതാ ശരി നോക്കി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടും. ഒരു കാര്യമില്ല, ഇത് എങ്ങും എത്തത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ആദ്യം ഉറച്ചു നിൽക്കുക. യേശുക്രിസ്തു ആണ് സുവിശേഷം അറിയിച്ച സുവിശേഷകന്മാരുടെ ലീഡർ. ആ യേശു നമ്മളെ അറിയിക്കാത്ത വേറൊരു സുവിശേഷം, അങ്ങനെ അതിലേക്കൊന്നും പോകരുത്. യേശു അറിയിച്ച സുവിശേഷം മാത്രമേ ഉള്ളൂ സുവിശേഷം. അതാണ് പിതാവിന് നമ്മളോട് പറയാനുള്ള സന്ദേശം. അതിൻ്റെ ഉള്ളിൽ പല സുവിശേഷങ്ങളുണ്ട്, നല്ല വിശേഷങ്ങൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിലെ സുവിശേഷമാണ് രക്ഷയുടെ സുവിശേഷം. ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ ഉള്ളിലുള്ളതാണ് എൻഗേജ്മെന്റ്. അതിൻ്റെ ഉള്ളിലുള്ളതാണത് സംഭവം, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പല പല നല്ല 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 കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ശാപങ്ങൾ മാറുന്നു, രോഗങ്ങൾ മാറുന്നു, നമുക്ക് സമാധാനം കിട്ടുന്നു. ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതെല്ലാം വെച്ച് വേറെ 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 മുറിച്ച് ജനത്തിനെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരികയാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം വേറെ, ദൈവരാജ്യ സുവിശേഷം വേറെ, രക്ഷയുടെ സുവിശേഷം വേറെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ടുവരികയാണ്. കൃപയുടെ സുവിശേഷം വേറെ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കണം, ഇതെല്ലാം ഒരു സുവിശേഷം തന്നെയാണ്. അതാണ് യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം. അതിൻ്റെ ഉള്ളിലെ ഓരോരോ സെക്ഷനുകളാണിത്, ഓരോരോ ഫെസിലിറ്റിയാണ്. എക്സാമ്പിൾ നിങ്ങൾ കേട്ടാൽ, നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. അപ്പോൾ നാളെ മുതൽ പറയാൻ പോവാ സ്വർഗരാജ്യം കടുകുമണിയാണെന്ന്. അപ്പോഴാണ് അടുത്ത വചനം എഴുതിയേക്കണേ, സ്വർഗരാജ്യം നിധിയോട്. അപ്പോൾ നിധിയാണ് സ്വർഗരാജ്യം. വേറെ ഭാഗത്ത് പറഞ്ഞാൽ കടുകുമണിയാണ് സ്വർഗരാജ്യം. വേറൊരു ഭാഗത്ത് പറയുന്നത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ഒളിച്ചു വെച്ച പുളിപ്പാണ് ദൈവരാജ്യം. എന്താ ഇത്? അപ്പൊ ഇതൊരു സുവിശേഷം, പുളിപ്പ് സുവിശേഷം നിങ്ങൾക്ക്, കടുക് സുവിശേഷം അവർക്ക്, ഇല്ലേ, നിധി സുവിശേഷം ഞങ്ങൾക്ക്. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കുരുടന്മാരായ വഴികാട്ടികളെ കൊണ്ട് ഒരു കാര്യവും ഇല്ല. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഓരോരോ അതിൻ്റെ ഭാഗങ്ങൾ, അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവ് അതിനെ വേറിട്ട് പറയാനായിട്ട് ഇടയായ. കടുകുമണി എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത്
ഏറ്റവും കടുകുമണി വളരെ ചെറുതാണ് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ജിമിക്കിയുടെ ഒരു സ്വർണത്തിന്റെ ജിമിക്കി, അതിന്റെ ഒരു മുത്ത് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്യും? ഒരു മുത്തല്ലേ, അങ്ങനെ പറയോ? പിന്നെ എന്ത് ചെയ്യും? അത് ചൂലെടുക്കും, വിളക്കെടുക്കും, അത് നന്നായിട്ട് കത്തിക്കും. ആരും ഇങ്ങോട്ട് വരരുത്, എൻ്റെ ജിമിക്കിയുടെ മുത്ത് താഴെ പോരാണ് ഞാൻ നോക്കി എടുക്കുന്ന ഒരാൾ റൂമിൽ കയറരുത് അല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. വളരെ പ്രാധാന്യമാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ മോര് കറി ഉണ്ടാക്കാനായിട്ട് താളിക്കാൻ വേണ്ടി ഇതിൽ കടുക് ഇട്ടപ്പോൾ ഒരു കടുക് താഴെ പോയി. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? ഒരു കടുക്, മനസ്സിലാകുന്നുണ്ടോ? ഒരു നിസാര സാധനമാണ് താഴെ പോയത്, ഒരു കടുക്. കർത്താവ് കാണിച്ചു തരുന്നത്, നീ നിസാരമെന്ന് ചിന്തിക്കുന്ന ഈ ദൈവരാജ്യ സന്ദേശം ഉണ്ടല്ലോ, ഈ ദൈവരാജ്യ സന്ദേശം അതൊരു കടുകാണ് നിന്റെ ദൃഷ്ടിയിൽ, നിന്റെ ചിന്തയിൽ, ഒന്നുമല്ല. പക്ഷേ ഇത് വളർന്നിട്ട് ഒരു മഹാവൃക്ഷമായി മാറും. നിങ്ങൾക്കറിയാമോ, കടുകുമണി മഹാവൃക്ഷമൊന്നും ആവില്ല, എത്ര ഉണ്ടാവുള്ളൂ വളർന്നു കഴിഞ്ഞ ചെടി, മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇതൊരു വല്ലാത്ത കടുകുമണിയാണ്. സ്വർഗരാജ്യ സുവിശേഷം ഒരു വല്ലാത്തൊരു കടുക് മണി. നിന്റെ ചിന്തയിൽ സംഭവം ചെറുതാണ്, പക്ഷെ ഇത് വളർന്ന് തോട്ടത്തിൽ ഏറ്റവും വലിയ വൃക്ഷമായി മാറും. പക്ഷികൾ വന്ന് ഇതിൽ ചേക്കേറും, അഭയം പ്രാപിക്കും. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു പ്രസംഗിച്ച ഈ സുവിശേഷം നിനക്ക് ഒന്നുമല്ലാതെ തോന്നും, നിസ്സാരമായി തോന്നും. പക്ഷേ ഈ ലോകത്തിലെ സകലതും നശിച്ചു പോവും, എല്ലാ വൃക്ഷങ്ങളും സകല സംഭവം നശിച്ചു പോകും. പക്ഷെ ഈ സന്ദേശം കടുകുമണിയായിട്ട് നിനക്ക് തോന്നുമെങ്കിൽ ഇത് വളർന്ന് തോട്ടത്തിലെ ഏറ്റവും വലിയ വൃക്ഷമായി മാറും. ഈ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഇതിൽ വന്ന് അഭയം പ്രാപിക്കുമെന്നാണ് എൻ്റെ സന്ദേശം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് വേറെ ആളുകൾക്ക്, അത് കടുകുമണിയല്ല, അത് ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങൾക്ക് നിധി സുവിശേഷം. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിധി എന്ന് പറഞ്ഞാൽ അത് മറഞ്ഞു കിടക്കുന്ന, വയലിൽ മറഞ്ഞു കിടക്കുന്ന, ലോകത്തിന്റെ ദർശനത്തിൽ മറഞ്ഞു കിടക്കുന്ന ശ്രേഷ്ഠമായ സന്ദേശമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, സുവിശേഷം വേറെ ഒന്നുമില്ല, ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയാണ് സുവിശേഷം. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാകുകയും ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മറന്ന് പോകരുത്. ഹല്ലേലൂയ. ഇനി ഇതിന് ഒരു എക്സാമ്പിൾ, ദൃഷ്ടാന്തം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓർമ്മ വരും. ഈ പഴയ ഉടമ്പടിയിലെ പല കാര്യങ്ങളും പുതിയ ഉടമ്പടിയിലെ ദൃഷ്ടാന്തമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇസ്രായേൽ മക്കൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം കനാൻ ദേശത്തേക്ക് യാത്രയാക്കുകയാണ്. ഇതിൻ്റെ ഒരു നിഴലാണ്. അതായത് നമ്മളെ ലോകത്തിൻ്റെ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ ക്രിസ്തുവിലൂടെ ദൈവരാജ്യത്തിലേക്ക് യാത്രയാക്കുകയാണ്. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. പഴയ ഉടമ്പടിയിൽ മോശ എന്ന പുരുഷനിലൂടെയാണ് യാത്രയാക്കുന്നതെങ്കിൽ പുതിയ ഉടമ്പടിയിൽ യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രനിലൂടെയാണ് യാത്രയാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലേ? അതാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കനാൻ ദേശം കിട്ടുമോ? ഈജിപ്തിന്റെ അടിമത്തത്തിൽ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ കനാൻ ദേശം കിട്ടില്ല. കനാൻ ദേശം കിട്ടണമെങ്കിൽ മോശയെ അനുഗമിക്കണം. മോശയെ അനുഗമിച്ച് പോയാൽ മാത്രമേ കനാൻ ദേശം അവകാശമാക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യം കിട്ടണമെന്നില്ല. രക്ഷിക്കപ്പെട്ടത് ദൈവരാജ്യം കിട്ടാൻ വേണ്ടിയാണ്, അവകാശമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് സ്ക്രീനിലൊന്ന് കാണിച്ച് ആ ക്യാപ്സ്യൂൾ അങ്ങ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാ, എനിക്ക് ഷുഗറിൻ്റെ അസുഖം ഉണ്ടെന്ന്, എനിക്ക് ഷുഗറിന് മരുന്ന് തരുന്നത് പോലെ ലോർഡ് ഐ ലവ് യു. കാൽവരി 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 ക്രിസ്തു കാൽവരി മരണം എൻ വിജയമേ. കാൽവരി 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 ക്രിസ്തു കാൽവരി മരണം എൻ വിജയമേ. ജയിക്കാനായി വീണ്ടും ജനിച്ചവൻ ഞാൻ, തോൽക്കില്ലൊരു നാളും. താങ്ക് യു അപ്പാ. കൊറിന്ത്യർ 10-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി, നമുക്കൊരു മാതൃകയായി ഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്.
പഴയ ഉടമ്പടി നിഴലും പുതിയ ഉടമ്പടി അതിൻ്റെ പൊരുളുമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം, ആ ഭാഗം ഒന്ന് വായിച്ചോളൂ. ഫസ്റ്റ് കൊരിന്ത്യർ 10-ാം അധ്യായം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. നമ്മൾ യേശുവോട് ചേർന്നു. സ്നാനത്തിൽ നമ്മൾ യേശുവോടാണ് ചേരുന്നത്. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ടു, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ മിക്ക പേരിലും ദൈവത്തിന് ഒരു പ്രസാദവും ഉണ്ടായില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നിങ്ങളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുമോ? രക്ഷിക്കപ്പെട്ട എങ്ങോട്ടൊക്കെ പോണേ? ദൈവത്തോടു കൂടെ താമസിക്കാനല്ലേ പോണേ, ഇല്ലേ? നമ്മൾ 1 തെസ്സലോനിക്കർ 5:9-10 വായിച്ചല്ലോ. ദൈവം നമ്മളെ കോപത്തിനല്ല വിളിച്ചത്, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോടു കൂടെ താമസിക്കേണ്ടതിന്, ഇല്ലേ? അപ്പോൾ പ്രസാദം ഇല്ലാത്ത ഒരാളെ കയറ്റി താമസിപ്പിക്കുന്ന വിഷയമേ ഇല്ല. അപ്പൊ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. താഴേക്ക്, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രസാദിച്ചില്ലാത്തത് കൊണ്ട് മരുഭൂമിയിൽ അവരെ തള്ളിയിട്ട് കളഞ്ഞു. അപ്പോൾ വളരെ ശ്രദ്ധിച്ചോളണം, തള്ളിയിടപ്പെടരുത്. ഹല്ലേലൂയ. ദൈവപ്രസാരത്തിൽ നടന്നോളണം, സൂത്രപ്പണിയിലൊന്നും നടക്കരുത്. സൂത്രപ്പണിയിൽ നടന്നാൽ ദൈവം തന്നെ നമ്മളെ തള്ളിയിടും. വേണ്ട, നിന്നെ വേണ്ട. ഹല്ലേലൂയ. താഴേക്ക്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ ഇത് നമുക്ക് എന്തിനു സംഭവിച്ചു? ദൃഷ്ടാന്തം. അപ്പൊ ഇത് നമുക്ക് മാതൃകയാണെന്നേ. ദൃഷ്ടാന്തമായി സംഭവിച്ചു. അല്ലാതെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ രക്ഷിക്കപ്പെടൽ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കനാൻ ദേശമൊക്കെ നിങ്ങൾക്ക്, രക്ഷിക്കപ്പെടലൊക്കെ ഈജിപ്തിൽ നിന്ന് രക്ഷിക്കപ്പെടൽ ഞങ്ങൾക്ക്, കനാൻ ദേശത്ത് നിങ്ങൾക്ക്. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങളെ തള്ളിയിടും. ദൈവപ്രസാദം ഇല്ലാത്ത ജീവിതമാണെങ്കിൽ നിങ്ങളെ തള്ളിയിടുവാനായിട്ട് ഇടയാകും. അങ്ങനെ ഒരു കുരുടത്തമുള്ളൊരു തലം നമ്മൾ ചിന്തിക്കരുത്. ഇതുകൊണ്ടാണ് ലൂക്കോസ് 6:39 കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ധാരാളം കുരുടന്മാരായ വഴികാട്ടികളുണ്ട്. അവരൊക്കെ വഴികാട്ടികൾ, എല്ലാവരും വഴി കാണിച്ചു കൊടുക്കും, ഇതാ വഴി എന്ന്. പക്ഷെ അവസാനം ഈ വഴി കാണിക്കുന്ന കുരുടനും ഈ വഴി നടന്നവരും രണ്ടുപേരും കുഴിയിൽ വീഴും. വായിച്ചേ. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞത്, കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? കുരുടനെ വഴി കാട്ടിയ ഇരുവരും കുഴിയിൽ വീഴത്തേ ഉള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ദർശനമുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ. ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് കേട്ടാൽ ക്രിസ്തുവിന്റെ ദർശനമുള്ള വ്യക്തികളായിരിക്കണം നിങ്ങളുടെ ദൈവദാസൻ. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോകാം. പാസ്റ്റർ നരകത്തിലാണ് പോണതെങ്കിൽ എല്ലാ വിശ്വാസികളും നരകത്തിൽ പോകും. ഇത് ഞാൻ പറഞ്ഞല്ല, കർത്താവ് യേശു പറയണതാ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുവനെ മതത്തിൽ ചേർക്കാൻ കരയും കടലും നടന്ന് ചുറ്റി സഞ്ചരിച്ച് അവരോട് ദൈവവചനം പ്രസംഗിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു, ബൈബിൾ തോറ പ്രസംഗിക്കുന്നു. എന്നിട്ട് ആളെ കിട്ടുന്നുണ്ട്. ചേർന്ന ശേഷം അപ്പൊ ആളെ കിട്ടും. നരകയോഗ്യം പ്രസംഗിച്ചാലും ആളെ കിട്ടും. ചേർന്ന ശേഷം നിങ്ങൾ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കുന്നു. അപ്പോ പ്രസംഗിച്ച ദൈവദാസനും കിട്ടിയ ദൈവജനവും ഒരുമിച്ച് സ്തോത്രം പറഞ്ഞ് ആരാധിച്ച് നരകത്തിലേക്ക് പോകുന്നു. ഇല്ലേ? ഇങ്ങനെയല്ലേ കാണുന്നേ? ആ ഭാഗം എടുത്തിങ്ങനെ വായിച്ചു. മത്തായി 23:14 കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ 23:14 നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ. പള്ളിയിലെ ശുശ്രൂഷന്മാരാണ്, മനസ്സിലായോ? നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോളണം, ആരെ നമ്മൾ കേൾക്കുന്നു എന്ന് ശ്രദ്ധിച്ചോളണം. നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ താല്പര്യമുള്ള ക്രിസ്തുവിന്റെ മനസ്സുള്ള ദൈവദാസന്മാരെ നിങ്ങൾ കണ്ടെത്തണം. അല്ലാതെ എൻ്റെ അമ്മായിയുടെ പെങ്ങളുടെ മോൻ ആ ചർച്ചിലാണ് പോണേ, അതുകൊണ്ട് ഞാനും ആ ചർച്ചിൽ പോകണം, അതൊന്നും ഒരു കാര്യം. എൻ്റെ മക്കളെ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ ദൈവരാജ്യം അവകാശം ആക്കണം. അതുകൊണ്ട് അതിന് തക്കവണ്ണം നിങ്ങളെ ഒരുക്കുന്ന വ്യക്തികളെ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിങ്ങൾ കണ്ടെത്തണം. അങ്ങനെയുള്ളിടത്ത് പോയില്ല എങ്കിൽ നിങ്ങളുടെ കാര്യം അവസാനം വിഷമോ ആയി
തീരും. ഹല്ലേലൂയ. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളാം. ക്രിസ്തുവിൻ്റെ ദർശനം, അതാണ് ക്രിസ്തു പറഞ്ഞ് മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. ആ ദർശനത്തിൽ നിൽക്കുന്നവരായിരിക്കണം. അതിനെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് മിണ്ടുന്നുമില്ല, അവിടെ എത്താൻ വേണ്ടി ഒരുക്കുന്നുമില്ല. ചുമ്മാ ആരാധന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാധനയ്ക്ക് തെറ്റൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജയിക്കുന്നവനെ അവിടെ ചെല്ലുള്ളൂ. ജയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാത്ത സഭകൾ, ഒരക്ഷരം പോലും മിണ്ടൂല. ഹല്ലേലൂയ. ജയിച്ചാലേ അവിടെ എത്തുള്ളൂ. അപ്പോൾ നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം, ഈ അവകാശത്തിലേക്ക് വരണമെങ്കിൽ ജയിക്കണം. വെളിപ്പാട് 21:7 പറയാണ്, ജയിക്കുന്നവനാണ് ഇത് അവകാശമാക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ പറയുന്ന ദേവദാസന്മാരാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പെട്ടത് തന്നെ. വായിച്ച 21:7 വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ തന്നെ പറയണം. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ജയിക്കുന്നവന് ഇത് കിട്ടുള്ളൂ, അവകാശം. അപ്പൊ അവകാശത്തിനായി നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങൾ തിന്മ പ്രവർത്തിച്ചാൽ ദൈവരാജ്യം അവകാശമാക്കുക ഇല്ല. ജയിക്കുന്നവനാണ് ഇത് അവകാശമായി ലഭിക്കുന്നത്. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അവൻ ദൈവത്തിന്റെ മകനായി മാറും, ക്രിസ്തുവിന്റെ സഹോദരനായി മാറും, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി മാറും. അപ്പോൾ ഈ ഒരു ലക്ഷ്യം നമ്മളോട് പറഞ്ഞു പോലും തന്നിട്ടുണ്ടാവില്ല ഒരുപക്ഷെ പലരും. അപ്പൊ ഇത് മനസ്സിലാക്കി അതിലേക്ക് യാത്രയായിക്കോളണോ, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതാ ഈജിപ്ത് എന്ന് പറയുന്ന സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈജിപ്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഈജിപ്ത്. ഇവിടെ നിന്നാണ് ജനം യാത്രയാകണം. ഇതാണ് നമ്മുടെ ലോകം. മനസ്സിലായോ? ലോകത്തിൽ നിന്നാണ് ദൈവം നമ്മളെ ക്രിസ്തു മുഖാന്തരം രക്ഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ തന്നെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. അവിടെ കുറച്ച് ടെൻ്റ് അടിച്ച് CSI, IPC, ഷാരോൺ എന്നും പറഞ്ഞ് ടെൻ്റ് അടിച്ച് അവിടെ തന്നെ ആരാധന തുടങ്ങിയിട്ട് ഒരു കാര്യവും ഇല്ല. ആരാധന ഇനി ആത്മാവിലേക്ക് മാറുകയാണ്. ഹല്ലേലൂയ. ഇനി ആരാധന അവിടെ നിന്ന് മാറുക. ഈ ജഡമണ്ഡലമായ ലോകത്തിൽ നിന്ന് ആത്മമണ്ഡലമായ ദൈവരാജ്യത്തിലേക്ക് ആരാധന മാറുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാ ദൈവം ആത്മാവാണ്, അതുകൊണ്ട് പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അതിൻ്റെ അർത്ഥം ജഡമണ്ഡലത്തിൽ നിന്ന് ആരാധന ആത്മമണ്ഡലത്തിലേക്ക് മാറ്റുകയായി. ഹല്ലേലൂയ. ജഡവും ആത്മാവും എന്ന് പറയുന്ന രണ്ട് മണ്ഡലങ്ങളാണ്. ആത്മമണ്ഡലത്തിലേക്ക് ആരാധന മാറ്റുകയാണ്. കാരണം ദൈവം ആത്മാവാണ്. വീണ്ടും ജനിക്കുന്ന മക്കളൊക്കെ ആത്മാവിലാണ് വീണ്ടും ജനിച്ചത്. അതുകൊണ്ട് ഇനി ആരാധന അവിടെയാണ്. അതാണ് സത്യത്തിലുള്ള ആരാധന. അപ്പൊ ഇതൊന്നും ജനത്തിന് മനസ്സിലായിട്ടില്ല ഇതുവരെയും. അപ്പോൾ ആരാധനയുടെ മണ്ഡലം മാറി. അല്ലാതെ ആദ്യത്തെ പാട്ട് പയ്യപ്പാടി, രണ്ടാമത്തെ പഠിച്ചിട്ട് സ്പീഡിൽ പാടി, മൂന്നാമത്തെ പാട്ട് ഭയങ്കര സ്പീഡിലും മതളവും ശക്തിയൊക്കെ അടിച്ച് അവസാനം കൈ അടിച്ച് പട്ട 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 ആത്മാവിൽ ആരാധിക്കുക. ഇതല്ല ആത്മാവിലെ ആരാധന. ആത്മാവിലെ ആരാധന എന്ന് പറഞ്ഞാൽ മണ്ഡലം മാറി ആരാധിക്കുകയാണ്. ഇത് ജഡമണ്ഡലമാണ് നമ്മളായിരിക്കുന്നത്, അല്ലേ? എന്നാൽ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ചു, ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചു. ഇതാണ് പള്ളി പ്രമാണിയായ നിക്കോദീമോസിനോട് പറയുന്നത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ല. അപ്പൊ ദൈവരാജ്യത്തിലാണ് വീണ്ടും ജനനം. ജനനം നടന്നത് ഭൂമിയിലാണ്, അമ്മയുടെ വയറ്റിൽ നിന്ന്. അതാണ് ജഡമണ്ഡലത്തിലെ ആരാധന, അവിടെയാണ് നടക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തിലെ ആരാധന പുതിയ സൃഷ്ടിയിൽ ആത്മാവിലാണ് നടക്കുന്നത്. ഇതാണ് യേശു കർത്താവ് പറഞ്ഞത്, എൻ്റെ പിതാവുള്ള സ്ഥലം അതാണ് ആത്മാവ്. അവിടെ ആത്മാവിൽ ജനിച്ച മക്കൾ ആത്മാവിൽ ദൈവത്തെ, പുതിയ സൃഷ്ടിയിൽ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. അപ്പോ ഇത് തിരിച്ചറിയാതെ നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. ഹല്ലേലൂയ. കാരണം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗമില്ല, ദൈവരാജ്യത്തിലെ പുതിയ സൃഷ്ടിയെക്കുറിച്ചുള്ള പ്രസംഗമില്ല, പുതിയ സൃഷ്ടി ഉപയോഗിക്കേണ്ട ആത്മാവിന്റെ നിയമത്തെക്കുറിച്ചുള്ള പ്രസംഗമില്ല. ഇതെല്ലാം പിശാച് മറച്ചിട്ടിരിക്കുക. ദൈവരാജ്യം വയലിൽ മറഞ്ഞു കിടക്കുന്നു, ഒളിഞ്ഞു കിടക്കുക, നിധി കിടക്കുക. അപ്പൊ ഇത് പറഞ്ഞു തരുമ്പോൾ പിശാചും അവന്റെ ആളുകളും അറിവില്ലാത്ത നമ്മുടെ സഹോദരങ്ങളും എല്ലാം കൂടെ ദുരുപദേശം എന്ന് പറഞ്ഞു വരും. കാരണം അവരുടെ ചിന്തയിൽ ഇത് ന്യൂ സ്കൂൾ ഓഫ് ടീച്ചിങ്ങാണ്. ഹല്ലേലൂയ. ശരിയാണ്, കർത്താവ് കൊണ്ടുവന്ന ന്യൂ സ്കൂൾ ഓഫ് ടീച്ചിങ്ങാണ്. കാരണം കർത്താവ് പറഞ്ഞത് ഇതാണ്, ഞാൻ തരുന്ന ഇത് പുതിയ വീഞ്ഞാണ്, ഇത് പുതിയതാണ്. പുതിയ വീഞ്ഞ് നീ കൊണ്ടുപോയി നിന്റെ പഴയ തുരുത്തിയിൽ, ജഡത്തിന്റെ തുരുത്തിയിൽ, അതായത് നിന്റെ മാവ് കുഴയ്ക്കുന്ന കൊട്ട അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും, പിന്നെ ഇവിടെ നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, എന്നിട്ട് അവസാനം നീ ചത്തും പോവും. അപ്പം നിലനിൽക്കാത്ത അനുഗ്രഹങ്ങളുടെ കാര്യമല്ല ഞാൻ ഈ പറയണേ. യേശു പറയുന്നത്, ഞാൻ പറയുന്നത് നിത്യം നിലനിൽക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയണേ. ഹല്ലേലൂയ. അത് ആത്മാവിലുള്ളതായി. അപ്പൊ ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞു കൊണ്ടുപോയി നീ പഴയ തുരുത്തിയിൽ വെച്ചാൽ തുരുത്തിയും പൊട്ടും, നിനക്ക് ഞാൻ തന്ന വചനം ഒഴുകി
ഒരു പ്രയോജനം ഒഴുകിയും പോകും. ഇതാ യേശുക്രിസ്തു മാർക്കോസ് 2:22 ജനത്തോട് പറയുന്നത്. ഇന്നും ജനം ഇത് മനസ്സിലാകാതെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ പുതിയ വീഞ്ഞ് വരുമ്പോൾ ഇവർക്ക് ഇതെന്താ പുതിയ ടീച്ചിങ്, ദുരുപദേശം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇത് ദുരുപദേശമല്ല. യേശുക്രിസ്തു പറഞ്ഞ ദൈവരാജ്യ ദൈവഭവനമാണ്. നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യഭവനത്തെ കുറിച്ചാണ്. ചത്തുപോകുന്ന മരിച്ചു പോകുന്ന മനുഷ്യഭവനത്തിലെ നന്മകൾ അതൊന്നും നിലനിൽക്കത്തില്ല, അതെല്ലാം ഇവിടെ കൊണ്ട് തീരും. പക്ഷെ ദൈവഭവനത്തിലെ നന്മകളെല്ലാം നിലനിൽക്കും. വായിച്ച 2:22. ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കുമാറില്ല. വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും, വീഞ്ഞ് ഒഴുകിപ്പോകും. മനസ്സിലായോ? പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിലല്ല. നമ്മുടെ പഴയ മൈൻഡ് സെറ്റാണ് പഴയ തുരുത്തി എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ മൈൻഡ് സെറ്റ്, ലോകത്തിലെ മൈൻഡ് സെറ്റ്, നമ്മളുടെ മൈൻഡ് സെറ്റ് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് ഒതുങ്ങുന്നതാ. മനസ്സിലായോ? നല്ലൊരു വീട്, നല്ലൊരു കാറ്, പിള്ളേര് 2-3 ഇതാ എല്ലാം നല്ലത് നടന്നു. അവസാനം എല്ലാവരുടെയും കല്യാണം റൈറ്റായിട്ട് നടന്ന പിള്ളേരൊക്കെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും പോയി. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എല്ലാം നല്ലതായി. പക്ഷെ അവസാനം ഇവരെല്ലാം ചത്തും പോയി. നല്ലതെല്ലാം ചത്തും പോയി, എല്ലാം ചത്തുപോയി. ഇത് പഴയ ടൈപ്പാണ്, ജഡമണ്ഡലമാണ്. പക്ഷെ ആ ജഡത്തിൽ നിന്ന് വീണ്ടും ജനനത്തിലൂടെ നമ്മൾ ആത്മമണ്ഡലത്തിലേക്ക് മാറ്റിയപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട് ഒന്നും മരണമില്ല, എല്ലാം നിത്യമാണ്, ശാശ്വതമാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു തരുന്ന ദൈവരാജ്യത്തിന്റെ മൊഴികൾ എന്ന് പറയുന്നത് അത് പുതിയ വീഞ്ഞ. അതുകൊണ്ട് നമ്മുടെ പഴയ മൈൻഡ് സെറ്റിൽ കൊണ്ട് വെക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ മൈൻഡ് സെറ്റിൽ വെക്കുക, പുതിയ സൃഷ്ടിയുടെ മൈൻഡ് സെറ്റിൽ വെക്കുക. അതെല്ലാം എറ്റേണലാണ്, നിത്യാവകാശമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എബ്രായ ലേഖനം 9:15 പറയുന്നത് നിത്യാവകാശമാണ് നമുക്കിനി കിട്ടാൻ പോണേ. ഈ ഭൂമിയിലെ പിതാക്കന്മാരുടെ അവകാശം നല്ലതാണ്, പക്ഷെ അതെല്ലാം കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകുള്ളൂ. അതൊന്നും നിത്യാവകാശങ്ങളല്ല. ഇത് നമുക്ക് കിട്ടാൻ പോണത് ദൈവരാജ്യ മൊഴിയിലൂടെ നമുക്ക് കിട്ടാൻ പോണത് നിത്യാവകാശമാണ്. വായിച്ചേ. അതു നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന്. ഏത് വാഗ്ദത്വം? നിത്യാവകാശം, അല്ലാണ്ട് താൽക്കാലിക അവകാശമല്ല. മനസ്സിലാവുന്നുണ്ടോ? 10 സെന്റ് സ്ഥലം ഒരു ചെറിയ കുറച്ച് നാളത്തേക്ക് 20 വർഷത്തേക്ക് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളുടെ പേരിൽ എഴുതി കൊടുത്തു. ആ അവകാശം അല്ല. അല്ലെങ്കിൽ ഞാൻ മരിച്ചപ്പോൾ അത് അവന്മാരെടുത്തു. ഇങ്ങനത്തെ അല്ല, നിത്യാവകാശം കിട്ടിയ അത് തന്നെ. ഹല്ലേലൂയ. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ല, എല്ലാ ദേവദാസന്മാരെയും പറയാണ്, നിങ്ങളുടെ ദൈവം ഏൽപ്പിച്ച മക്കൾക്ക് നിത്യാവകാശങ്ങൾ നേടിക്കൊടുക്കണം. ഹല്ലേലൂയ. അല്ലാതെ ഈ താൽക്കാലികത്തിന് വേണ്ടി നിത്യമായതിനെ ബ്ലോക്ക് ചെയ്യല്ല വേണ്ടത്. അപ്പൊ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് കനാനിലേക്ക് കൊണ്ടുവരുന്ന ആ പഴയ ഉടമ്പടി ഭാഗം ഇതിന്റെ നിഴലാണ്. അപ്പോൾ നിങ്ങളിവിടെ കാണാം, ഇത് കണ്ടോ, ഈ സാൽവേഷൻ എന്ന് പറയുന്നത് രക്ഷാ എഴുതിയേക്കുന്നുണ്ട് ഈജിപ്തിലെ അവിടെ. ആ സാൽവേഷൻ എന്ന് പറയുന്നത് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോശ മുഖാന്തരം രക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല, അതുകൊണ്ട് തുടങ്ങുന്നതേ ഉള്ളൂ. അതിനുശേഷം ഈ ജനം ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കനാനിലെത്തണം. കനാനിലെത്തി കനാൻ അവകാശം ആക്കണം. അങ്ങനെ കനാൻ അവകാശമാക്കുന്ന രംഗമാണ് നമ്മളുടെ അവകാശം, ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇവിടെ ഈ കാണിക്കുന്ന ഫോട്ടോസ് ഒന്നും ഇത് പാറ്റന്റ് ചെയ്തതല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് അത് കാണത്തക്ക രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സന്ദേശം ഉണ്ടല്ലോ, ചിത്ര സന്ദേശം, അനേകം വോയിസ് മെസ്സേജിനേക്കാൾ പവർഫുള്ളാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ ഉണ്ടോ, ഇതേപോലെ ചിത്രങ്ങൾ പലയിടത്തും ഉണ്ടാകും. ദൈവം എനിക്ക് തന്നിട്ടുള്ളൊരു ക്രമീകരണം ഇത് മനസ്സിലാക്കി. എൻ്റെ വീടിൻ്റെ അകത്ത് ഞാൻ കടക്കേന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എന്ന് പറയുന്നത് ദൈവരാജ്യം വരുന്ന ആ ഒരു ചിത്രമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ മെസ്സേജ് ക്ലിയർ ആയി. അല്ലെങ്കിൽ ഈ മെസ്സേജ് നമ്മുടെ അകത്തുനിന്ന് മാഞ്ഞു പോകും. കാരണം ഈ പൊടി വന്ന് നിധി മൂടുന്നത് പോലെ നമ്മളുടെ മനസ്സിൽ ഈ ലോകത്തിൻ്റെ ചിന്തകൾ വന്ന് ഇതിനെ മൊത്തം മൂടിക്കളയാനായിട്ട് ഇടയാകും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവിടെ കാണുന്നത് ഏതെങ്കിലും ആർക്കെങ്കിലും ഫോട്ടോ എടുത്ത് കൊണ്ടുപോകണമെന്നൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് യാതൊരു തടസ്സവും ഇല്ല. ഏത് രീതിയിലാണെങ്കിലും സ്വർഗരാജ്യത്ത് നിങ്ങളെ കണ്ടാൽ മതി. അപ്പോൾ ഇത് നിങ്ങളെ ആരും ഇതിലൂടെ ചതിക്കാനായിട്ട് ഇടയാകരുത്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ പുറത്തിറക്കിയത് അതിൻ്റെ നിഴലാണ്. എന്നാൽ ജോഷയിലൂടെ കനാൻ ദേശം അവകാശമാക്കിയ ആ ഒരു തലമുണ്ട്. ആ ഒരു തലമാണ് നമ്മൾ ദൈവരാജ്യം അവകാശം ആക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടത് ദൈവരാജ്യം അവകാശമാക്കാനാണ്. ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് ഇതാ രക്ഷിക്കപ്പെട്ടത് മതി, നമുക്ക് രക്ഷയുടെ സുവിശേഷമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഉടനെ അവരോട് പറയണം 1 കൊരിന്ത്യർ 6:9 ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാണെന്നറിയാമോ? ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടി. അനീതി ചെയ്യുകയാണെങ്കിൽ ദൈവരാജ്യം അവകാശം ആക്കുക ഇല്ല എന്ന് മനസ്സിലാക്കണം.
ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 20:34 കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? കർത്താവ് സദൂക്യരോട് പറയുന്ന രംഗമാണ്, ഈ ലോകത്ത് നിന്ന്, ഏത് ലോകത്ത് നിന്ന്? ഈ താഴ്ന്ന ലോകത്ത് നിന്ന് ആ ലോകത്തിലേക്ക് യോഗ്യത പ്രാപിക്കുന്നവർ, അതായത് പുനരുദ്ധാന ജീവിതത്തിലേക്ക് യോഗ്യത പ്രാപിക്കുന്നവർ, അല്ലാണ്ട് ചുമ്മാ ഒന്നും കയറി പോകില്ല. യോഗ്യത പ്രാപിച്ചാലേ കയറി പോവുള്ളൂ. യോഗ്യത പ്രാപിക്കുന്നവർ അവർ മരിക്കുന്നുമില്ല, അവർ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, വിവാഹം കഴിക്കുന്നുമില്ല. കാരണം ആ ലോകത്ത് വിവാഹം കഴിക്കലൊന്നുമില്ല, കൊടുക്കുന്നുമില്ല. അവർ ദൈവദൂത തുല്യരും. ഇനി ജഡരൂപികളല്ല, ഇനി സാധാ ഈ മനുഷ്യരല്ല, അവർ ദൈവദൂത തുല്യരും. അവരുടെ പേരിനി മനുഷ്യപുത്രന്മാരെന്നല്ല, ദൈവപുത്രന്മാരും ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഇവിടുന്ന് യോഗ്യത പ്രാപിച്ചാലേ അങ്ങോട്ട് പോകുള്ളൂ, ജയം പ്രാപിക്കണം. അതുകൊണ്ട് എല്ലാ ദേവദാസന്മാരും യേശുക്രിസ്തു വെളിപ്പാട് 2-ാം അധ്യായം 3-ാം അധ്യായം 7 സഭകളോടും പറയുന്നു, ജയിക്കണം. അപ്പോൾ യേശുവിൻ്റെ അവയവങ്ങളാണ് നമ്മളെങ്കിൽ നമ്മളും പറയും ജയിക്കണമെന്ന്. അല്ല, യേശുവിൻ്റെ ബോഡി അല്ല എങ്കിൽ നമ്മൾ ജയിക്കണമെന്ന് പറയില്ല. യേശുവിൻ്റെ ബോഡി ആണെങ്കിൽ യേശു അന്ന് എന്താണോ പ്രസംഗിച്ചത് അത് തന്നെ ബോഡി വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ സന്ദേശത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്യാപ്സ്യൂൾ നമ്പർ 1 ഫിനിഷ്. ഇത് കട്ട് ചെയ്ത് ഈ ടൈറ്റിൽ കൊടുത്ത് അവസാനിപ്പിക്കുക. അടുത്തത് വീണ്ടും പുതിയത് സ്റ്റാർട്ട് ചെയ്യുക. ഹല്ലേലൂയ. താങ്ക് യു.